ആദ്യം നോക്കാൻ പോകുന്നത് ജാൻ 2024 ക്വസ്റ്റ്യൻ പേപ്പറാ. അതിൽ ഫസ്റ്റ് വൺ, വാട്ട് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്? അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇസ് എ കമ്മിറ്റ്മെന്റ് ഓഫ് മണി ഓർ റിസോഴ്സ് ടു ആൻ അസെറ്റ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് ഏർണിംഗ് ഇൻകം ഓർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നൊരു എക്സ്പെക്ടേഷനോടുകൂടി, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷനോടുകൂടി നമ്മൾ എമൗണ്ട് അതിലേക്ക് റൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്. An investment is a commitment of money or resource to an asset with an expectation of earning income or capital appreciation in future. ഇനി എന്താണ് സെക്കൻഡറി മാർക്കറ്റ്? സെക്കൻഡറി മാർക്കറ്റ് ഡിഫൈൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡറി മാർക്കറ്റ് ഇസ് എ മാർക്കറ്റ് വെയർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് എമംഗ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസും ഡിബഞ്ചേഴ്സും മറ്റുള്ള സെക്യൂരിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലേസ് ആണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ഇങ്ങനെ ഓൾറെഡി ഇഷ്യൂ ചെയ്യപ്പെട്ട ഷെയർസിനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ലൈക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ NSE ആൻഡ് BSE ആണ് നമ്മുടെ മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇസ് എക്കണോമിക് അനാലിസിസ്? എന്താണ് എക്കണോമിക് അനാലിസിസ്? എക്കണോമിക് അനാലിസിസ് ഇസ് സ്റ്റഡി ഓഫ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് സച്ച് ആസ് GDP ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഗവൺമെന്റ് പോളിസി ടു അസസ് ദെയർ ഇമ്പാക്ട് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ്. അപ്പോൾ എക്കണോമിക് അനാലിസിസ് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് നല്ല രീതിയിൽ നമ്മുടെ GDP ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻഫ്ലേഷൻ, നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് കുറയും, അതിൻ്റെ ക്വാണ്ടിറ്റി കൂടും, നമ്മുടെ പർച്ചേസിങ് പവർ കുറയ്ക്കുന്നതാണ് ഇൻഫ്ലേഷൻ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ നല്ല ചേഞ്ച് വരും. പിന്നെ ഗവൺമെൻറ് പോളിസീസ് എന്ന് പറയുന്നതിൽ മാറ്റം വന്നാൽ നമുക്ക് ടാക്സ് കൂടാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് എന്ത് ചെയ്യും? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ ചെയ്യണം വേണ്ട എന്നുള്ളതിനെ ഇമ്പാക്റ്റ് ചെയ്യും. പിന്നെ വാട്ട് ഡു യു മീൻ ബൈ ആൻ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ? ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ്? ആൻ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഇസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് ഷെയർസ്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഹെൽഡ് ബൈ ആൻ ഇൻവെസ്റ്റർ ടു റെഡ്യൂസ് റിസ്ക് ആൻഡ് മാക്സിമൈസ് റിട്ടേൺ. അപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് അയാളുടെ റിസ്ക് കുറച്ചിട്ട് മാക്സിമം റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? An investment portfolio is a collection of different financial assets such as shares, bond, mutual fund, real estate. ഇത് ഒരു ഇൻവെസ്റ്റർ എന്തൊക്കെയാണോ അയാളുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നത്, അതായത് ബോണ്ടിലും മ്യൂച്വൽ ഫണ്ടിലും ഷെയറിലും റിയൽ എസ്റ്റേറ്റിലും അയാൾ വേറെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അയാളുടെ റിസ്ക് കുറയ്ക്കാൻ പറ്റും, റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വാട്ട് ഇസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ? എന്താണ് നമ്മളെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മന്ത്ലി SIP ഉണ്ട്, അല്ലെങ്കിൽ SIP എന്ന് പറയുന്ന ലംസ് ആയിട്ട് ഒരു മാസത്തിൽ ഒറ്റ പ്രാവശ്യമായിട്ട് വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ പ്രൊമോട്ടിംഗ് ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റുപ്പി കോസ്റ്റ് ആവറേജ്. അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എമൗണ്ട് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്ലി ഉണ്ട്, ഒരു ലംസം എമൗണ്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ മന്ത്ലി ആണ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ 200 rupees പെർ മന്ത് അല്ലെങ്കിൽ 5000 rupees പെർ മന്ത് ആണ്, പെർ മന്ത് തന്നെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേമിൽ നമുക്കത് ബെനിഫിഷ്യൽ ആണ്. ഇനി വാട്ട് ഈസ് ഡീമെറ്റീരിയലൈസേഷൻ? ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോമാക്കി മാറ്റുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഷെയറിനെ ഇലക്ട്രോണിക് ഫോമിലാക്കി മാറ്റി അതിനെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പേപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റിനെ ഒരു പേപ്പർ ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിക്കാതെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. Okay, it is a process of converting the physical share certificate into electronic form held in the demat account, eliminating the need for paper securities. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് കയ്യിൽ കൊണ്ടു നടക്കേണ്ടി വരത്തില്ല. ഇനി പാർട്ട് ബിയിൽ without adequate information the investor cannot carry out his or her investment program. അപ്പോൾ ആഡിക്വേറ്റ് ഇൻഫർമേഷൻ ഇല്ലാതെ ഒരു ഇൻവെസ്റ്ററിന് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് പറ്റത്തില്ല? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഇൻവോൾവ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അതിനകത്ത് റിസ്ക് ഉണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ വേണം, നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അതിന് ഇൻഫോംഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇൻഫർമേഷൻ ഹെൽപ്പ് ഇൻവെസ്റ്റർ ടു ഇവാലുവേറ്റ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ? റിട്ടേൺസ്, റിസ്ക്, ലിക്വിഡിറ്റി ഓഫ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്. അതായത് ഇതിന്റെ റിട്ടേൺസ് എങ്ങനെയാണ്, ഇതിന്റെ റിസ്ക് എങ്ങനെയാണ്, അതായത്
പെട്ടെന്ന് നമുക്കിത് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും, അതാണ് ലിക്വിഡിറ്റി. പെട്ടെന്ന് മാർക്കറ്റിൽ സെയിൽ ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും. അപ്പോൾ റിട്ടേൺ നോക്കണം, റിസ്ക് നോക്കണം, ലിക്വിഡിറ്റി നോക്കണം. ഓക്കെ, അപ്പൊ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും നോക്കുന്ന ഒരു കാര്യമാണ് റിസ്ക് അൺസർട്ടണിറ്റി. പിന്നെ മെയിൻ ആയിട്ട് ഇൻഫർമേഷൻ എന്തിനാ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്, അവർക്ക് റിട്ടേൺസിനെ പറ്റി അറിയാൻ, റിസ്കിനെ പറ്റി അറിയാൻ, ലിക്വിഡിറ്റി, ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ലിക്വിഡിറ്റിയെ പറ്റി അറിയാൻ വേണ്ടി, പെട്ടെന്ന് അത് സെയിൽ ചെയ്ത് പൈസയാക്കാൻ പറ്റുമോ. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, മാർക്കറ്റ് ട്രെൻഡ്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കമ്പനി പെർഫോമൻസ് എനേബിൾ ഇൻവെസ്റ്റേഴ്സ് ടു കമ്പയർ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം, കമ്പനീസിന്റെ മാർക്കറ്റ് ട്രെൻഡ് ഉണ്ട്, അതേപോലെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാനായിട്ട് പറ്റും. പിന്നെ കമ്പനിയുടെ പെർഫോമൻസ്, ഇതെല്ലാം നോക്കുന്നത് എന്തിനു വേണ്ടി, നമുക്ക് കമ്പനിയുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് പല ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നിട്ട് നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ഓൾട്ടർനേറ്റീവ് അത് നമ്മൾ സെലക്ട് ചെയ്യും. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ മേ ലീഡ് ടു റോങ് ഡിസിഷൻസ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചിലപ്പോൾ ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് ഡിസിഷനിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാവും. നമ്മൾ ഈ ഇൻഫർമേഷൻ അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നമുക്ക് റോങ് ഡിസിഷൻ എടുക്കും. അങ്ങനെ ആ റോങ് ഡിസിഷൻ എടുത്തത് കൊണ്ട് നമുക്ക് ലോസ് വരും. പിന്നെ സ്പെക്കുലേഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. റാഷണൽ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും സ്പെക്കുലേഷൻ ആയിരിക്കും. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു റെഗുലർ ആയിട്ടുള്ള റിട്ടേൺസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡിക്വേറ്റ് ഇൻഫർമേഷൻ നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. Therefore, accurate and timely information is a foundation of successful investment program. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ആക്യുറേറ്റ് ആയിട്ട് ടൈംലി ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ നമുക്ക് ആവശ്യം വരുന്ന ഫൗണ്ടേഷൻ, മെയിൻ ഫൗണ്ടേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് റിലേറ്റഡ് ടു ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്കുകളാണ് അടുത്ത പറയുന്നത്. മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഇൻഫ്ലേഷൻ റിസ്ക്, ബിസിനസ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക് ആൻഡ് ക്രെഡിറ്റ് റിസ്ക്. അപ്പോൾ മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഉണ്ട്, ഇൻഫ്ലേഷൻ റിസ്ക്, ബിസിനസ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക് ആൻഡ് ക്രെഡിറ്റ് റിസ്ക്. ഇതിൽ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് അറൈസിങ് ഫ്രം ഫ്ലക്ച്വേഷൻസ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഡ്യൂ ടു എക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. നമ്മുടെ എക്കണോമിക്കലോ പൊളിറ്റിക്കലോ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം മാർക്കറ്റിൽ റിസ്ക് വരുന്നതാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുക. അടുത്തത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ഓഫ് ലോസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവിടെ ലോസ് വരും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അതെന്ന് വെച്ചാൽ ബോണ്ടിന്റെ പ്രൈസിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് റിസ്ക് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് കാരണം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബോണ്ടിന്റെ റേറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയാം. പിന്നെ ഇൻഫ്ലേഷൻ റിസ്ക്. ഇൻഫ്ലേഷൻ റിസ്ക് ദാറ്റ് റിട്ടേൺസ് മേ നോട്ട് കീപ് പേസ് വിത്ത് റൈസിങ് പ്രൈസ്. ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ആ കൊടുക്കുന്ന റിട്ടേൺ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷനോട് കൂടി അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നില്ല. ഇപ്പോൾ നമുക്ക് 10% ഇൻഫ്ലേഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണെങ്കിൽ ആ ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇൻഫ്ലേഷൻ റിസ്ക്. റിസ്ക് ദാറ്റ് റിട്ടേൺസ് മേ നോട്ട് കീപ് സെയിം സ്പീഡ് വിത്ത് ദ റൈസിങ് പ്രൈസ്. അതായത് റൈസിങ് പ്രൈസിന്റെ കൂടെ തന്നെ അത്രയും സ്പീഡിൽ ഒത്തു നിന്ന് പോകാനായിട്ട് ചിലപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയുന്നത്. അടുത്തത് ബിസിനസ് റിസ്ക്. റിസ്ക് അറൈസിങ് ഫ്രം ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി കാരണം വരുന്ന റിസ്ക് ആണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അടുത്തത് ലിക്വിഡിറ്റി റിസ്ക്. ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു സെൽ ആൻ ഇൻവെസ്റ്റ്മെന്റ് ക്വിക്ലി വിത്തൗട്ട് ലോസ്. നമുക്ക് ലോസ് ഇല്ലാതെ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോന്ന് അറിയാമോ, നമുക്ക് എത്രയും പെട്ടെന്ന് ലോസ് ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് നമ്മൾ ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് സെയിൽ ചെയ്താലും ലോസ് വരത്തില്ല. പക്ഷേ അങ്ങനെ പെട്ടെന്ന് സെയിൽ ചെയ്യുമ്പോൾ ലോസ് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനാണ് ലിക്വിഡിറ്റി റിസ്ക് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യുമ്പോൾ 100 റുപ്പീസ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 90 റുപ്പീസേ കിട്ടത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ 80 റുപ്പീസേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് ലിക്വിഡിറ്റി റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ റിസ്ക് ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു സെൽ ആൻ ഇൻവെസ്റ്റ്മെന്റ് ക്വിക്ലി വിത്തൗട്ട് ലോസ്, അതാണ് ലിക്വിഡിറ്റി റിസ്ക്. പിന്നെ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് ദാറ്റ് ദ ഇഷ്യൂർ മേ ഫെയിൽ ടു പേ ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഓൺ ടൈം. സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ദാറ്റ് ദ ഇഷ്യൂർ മേ ഫെയിൽ ടു പേ ദ ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഓൺ ടൈം. അടുത്തെന്ന് പറയുന്നത് എന്താണ്, ഡൗ തിയറി. അപ്പോൾ DOW തിയറി അല്ലെ ഡൗ തിയറി. ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതെങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ.
ഇനി Dow theory developed by Charles H. Dow is a technical theory used to analyze the stock market trend. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രെൻഡിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ ഡൗ തിയറി എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാർക്കറ്റ് മൂവ് ഇൻ 3 ട്രെൻഡ്സ്. മാർക്കറ്റ് മെയിൻ ആയിട്ട് 3 ട്രെൻഡിലായിട്ടാണ് മൂവ് ചെയ്യുക എന്നാണ് ഡൗ തിയറി നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രൈമറി ട്രെൻഡ്, സെക്കൻഡറി ട്രെൻഡ് ആൻഡ് മൈനർ ട്രെൻഡ്. ഇതിൽ പ്രൈമറി ട്രെൻഡ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. അത് കുറെ നാൾ ആ ഒരു സെയിം ഫേസ് ഫോളോ ചെയ്ത് പോവും. അതായത് മോർ ദാൻ 1 ഇയർ അത് ഫോളോ ചെയ്ത് പോവും. ഇനി സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മീഡിയം ടേം ആണ്. ഒരു 6 to 8 months, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് അങ്ങ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 year വരെയൊക്കെ. അപ്പോൾ അതാണ് സെക്കൻഡറി ട്രെൻഡ്സ് വരുന്നത്. പിന്നെ മൈനർ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ ഒരു 3 months, 3 to 4 months വരുന്ന ചേഞ്ചിനെ നമ്മൾ മൈനർ ട്രെൻഡ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് പ്രൈമറി ട്രെൻഡ്, സെക്കൻഡറി ട്രെൻഡ് ആൻഡ് മൈനർ ട്രെൻഡ് എന്നാണ് നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ്സിനെ, മൂവ്സിനെ നമ്മൾ തിരിച്ചിട്ടുള്ളത്. The theory also explains the market movements occur in 3 phases. ഈ 3 ഫേസിലും മാർക്കറ്റിൽ വരുന്ന മൂവ്മെന്റ്സിനെ പറ്റി ഈ തിയറി പറയുന്നുണ്ട്. അക്യുമുലേഷൻ ഫേസ്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഇതാണ് മെയിൻ പോയിന്റ്. പ്രൈമറി ട്രെൻഡിൽ നമുക്ക് അക്യുമുലേഷൻ ഫേസ് ആണ്. നമ്മൾ ഷെയർസിന്റെ ഇപ്പം നമ്മൾ മാർക്കറ്റ് ഏരിയ പിടിച്ചെടുക്കുന്നതേ ഉള്ളൂ, മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അതാണ് അക്യുമുലേഷൻ ഫേസ്. പിന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് എന്ന് ആൾക്കാർ കൂടുതലായിട്ട് നമ്മുടെ ഷെയർസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങും. പിന്നെ ഉള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മൾ ഷെയർസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ കുറച്ച് എക്സ്പാൻഡ് ആവും. And according to Dow theory, both industrial and transportation indices must confirm each other to validate a trend. അപ്പോൾ നമുക്കൊരു ട്രെൻഡ് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻഡസ്ട്രിയൽ അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡിസസ് രണ്ടും നമ്മൾ നോക്കണം. ഇനി ഇൻവെസ്റ്റർ യൂസ് ദിസ് തിയറി ടു ഐഡന്റിഫൈ ബുള്ളിഷ് ഓർ ബെയറിഷ് ട്രെൻഡ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ബൈ യോർ സെൽ ഡിസിഷൻ. അപ്പോൾ ഇൻവെസ്റ്റർ ഇത് എന്തിനാണ് നോക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ ഹൈ ആണോ ലോ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് നല്ല ടോപ്പിൽ നിൽക്കുകയാണ്, ബെയറിഷ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ബൈ ഓർ സെൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റർ ഈ ഒരു ഡൗ തിയറി യൂസ് ചെയ്യുന്നത്. ഇനി ഡെപ്പോസിറ്ററിയുടെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ ഡെപ്പോസിറ്ററി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഡിമാറ്റ് ഫോം ആൻഡ് ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻസ്. അപ്പം ഇവിടെ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഫോമിൽ സെക്യൂരിറ്റീസ് അങ്ങോട്ട് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ തന്നെ ബൈ ആൻഡ് സെല്ല് ചെയ്യാൻ പറ്റും. അത് ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസേഷൻ, റീമെറ്റീരിയലൈസേഷൻ, സേഫ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റി, ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി, സെറ്റിൽമെന്റ് ഓഫ് ട്രേഡ്, കോർപ്പറേറ്റ് ആക്ഷൻസ് ഹാൻഡ്ലിംഗ്, പ്ലഡ്ജിങ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ ഡെപ്പോസിറ്ററിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഡീമെറ്റീരിയലൈസേഷൻ. നമ്മളെ ഫിസിക്കൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റിനെ എന്താ ഇലക്ട്രോണിക് ഫോമിലോട്ട് മാറ്റി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്കത് സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി തരിക. പിന്നെ റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സെക്യൂരിറ്റീസിനെ തിരിച്ച് ഫിസിക്കൽ ഫോമിലോട്ട് മാറ്റും. അപ്പോൾ അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തു തരാറുണ്ട്. പിന്നെ സേഫ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ ഷെയർസും സെക്യൂരിറ്റീസും ബോണ്ടുകളും നമുക്ക് സേഫ് ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി. പിന്നെ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി എനേബിൾ ക്വിക്ക് ആൻഡ് പേപ്പർലെസ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇലക്ട്രോണിക് ഫോമിലുള്ള സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പേപ്പർ വർക്കൊന്നും ഇല്ലാതെ തന്നെ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ സെറ്റിൽമെന്റ് ഓഫ് ട്രേഡ് ഹെൽപ്പ് ഇൻ സ്മൂത്ത് സെറ്റിൽമെന്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് സെറ്റിൽ ചെയ്ത് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കത്തില്ല, ടൈം കൺസ്യൂമിങ് അല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി കോർപ്പറേറ്റ് ആക്ഷൻസ് ഹാൻഡ്ലിംഗ്, നമ്മളെ ബോണസ് ഷെയർസ്, ഡിവിഡൻഡ്, റൈറ്റ്സ് ഇഷ്യൂ ഇങ്ങനെയുള്ളതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് കോർപ്പറേറ്റ് ആക്ഷൻ ഹാൻഡ്ലിങ്ങിൽ വരുന്നത്. പിന്നെ പ്ലെഡ്ജിങ് സെക്യൂരിറ്റി, ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസ് ലോണായിട്ട്, അതായത് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺസ് എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതാണ് പ്ലെഡ്ജിങ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് ഡെപ്പോസിറ്ററി ചെയ്യുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചാൽ ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ഇൻവോൾവ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റി സ്റ്റാർട്ടിംഗ് ഫ്രം പോളിസി ഫോർമുലേഷൻ. അപ്പോൾ പോളിസി ഫോർമുലേഷൻ തൊട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിൽ ഒരു സീരീസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക്കും ലോജിക്കലും ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇൻവെസ്റ്റർ എടുക്കുന്നത്. അപ്പോൾ അയാൾക്ക് സൗണ്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. ഈ പറയുന്ന സ്റ്റേജസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിനുള്ളത്. ആദ്യത്തത് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർമേഷൻ. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോം ചെയ്യണം. This is the first step where the investor define
ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഇൻകം ഗ്രോത്ത് ആണോ സേഫ്റ്റി ആണോ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഈ ഒരു ഇൻവെസ്റ്റർ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർമേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. റിസ്ക് ടോളറൻസ്, മീഡിയം റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ ഇയാൾക്ക് എടുക്കാൻ പറ്റുന്നത്, എന്ത് ടൈപ്പ് റിസ്ക് എടുക്കാൻ പറ്റും. പിന്നെ ടൈം ഹൊറൈസൺ, ലോങ് ആണോ ഷോർട്ട് ആണോ മീഡിയം ടേം ആണോ. ഇനി ലിക്വിഡിറ്റി നീഡ്സ്, പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റണോ, അപ്പോൾ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ലെസ് ലിക്വിഡ് ആയിട്ടുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സ് കൺസിഡറേഷൻസ്. അപ്പോൾ ടാക്സ് സേവിങ്സിന് വേണ്ടിയാണോ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, അതോ ടാക്സ് കുഴപ്പമില്ല, ടാക്സ് പേയ്മെന്റ്സ് ഒന്നും പ്രശ്നമല്ല, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണോ. അപ്പോൾ ടാക്സ് സേവിങ് ഫണ്ടുകൾ പ്രത്യേകമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാക്സ് സേവിങ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അത്, അതേപോലെ റിസ്ക് ടോളറൻസ്, ടൈം ഹൊറൈസൺ, ലിക്വിഡിറ്റി നീഡ്സ് ആൻഡ് ടാക്സ് കൺസിഡറേഷൻ, ഇത്രയും നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി നമ്മൾ റെഡിയാക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിൽ നമ്മൾ 3 കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുക: എക്കണോമിക് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതായത് എക്കണോമിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ്, നമ്മൾ GDP ഗ്രോത്ത്, അതേപോലെ നാഷണൽ ഇൻകം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അൺഎംപ്ലോയ്മെന്റ് ലെവല്, മൊത്തത്തിൽ എക്കണോമിയിൽ എങ്ങനെയാണോ അഫക്റ്റ് ചെയ്യുന്നത്. എക്കണോമിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ എക്കണോമി എങ്ങനെയാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ എക്കണോമിയിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ റിസഷൻ ആണോ, അപ്പോൾ അത് നോക്കും. പിന്നെ ഉള്ളത് ഇൻഡസ്ട്രി അനാലിസിസ്, ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ അവസ്ഥ ഇപ്പോൾ എന്താണ്, ഇവർ ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണോ അതോ ലോ പെർഫോമിംഗ് ആണോ, അത് നമ്മൾ നോക്കണം. പിന്നെ കമ്പനി അനാലിസിസ്, ഔട്ട് ഓഫ് ദി ഇൻഡസ്ട്രി ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടോ, ഈ കമ്പനിയുടെ ലാസ്റ്റ് ട്രെൻഡ് എങ്ങനെയാണ്, പ്രോഫിറ്റ് മേക്കിംഗ് ആണോ ലോസ് മേക്കിംഗ് ആണോ, അപ്പോൾ അതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് ഈ 3 അനാലിസിസ് നമ്മളെ സഹായിക്കും: എക്കണോമിക് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. പിന്നെ സെക്യൂരിറ്റി വാല്യൂഷൻ, നമ്മുടെ സെക്യൂരിറ്റീനെ നമ്മൾ വാല്യൂ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ സെക്യൂരിറ്റീസിനെ വാല്യൂ ചെയ്യാനായിട്ട് 2 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്: ഫണ്ടമെന്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, അപ്പം ഫണ്ടമെന്റൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മെത്തേഡ് കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അതാണ് സെക്യൂരിറ്റി വാല്യുവേഷനകത്ത് വരുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സെക്യൂരിറ്റിയുടെ വാല്യൂ, അത് ട്രൂ വാല്യൂ നമ്മൾ നോക്കും. അത് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ നോക്കും. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ പല മെത്തേഡ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം ട്രൂ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രൂ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അണ്ടർ വാല്യൂഡോ ഓവർ വാല്യൂഡോ ആണോ എന്ന് നോക്കും. മാർക്കറ്റ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ അണ്ടർ വാല്യൂ ചെയ്തേക്കുവാണോ ഓവർ വാല്യൂ ചെയ്തേക്കുവാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഇനി നമുക്ക് വരുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് ഓഫ് സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മൾ പ്രത്യേകിച്ച് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. Evaluate the investment and identify the opportunities by analyzing the statistical trend from the trading activity. അതായത് പ്രൈസ് മൂവ്മെന്റ്, വോളിയം ഓഫ് സെയിൽ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യും ഈ പറയുന്ന സെക്യൂരിറ്റീസ് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളത്. ഓക്കെ, പാസ്റ്റ് ട്രെൻഡ്സ് നോക്കിയിട്ടല്ല, നമ്മൾ എന്ത് ചെയ്യും സ്റ്റാറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ട്രെൻഡ് അനാലിസിസിൽ അപ്വേർഡ് ട്രെൻഡ് ആണോ ഡൗൺവേർഡ് ട്രെൻഡ് ആണോ മൂവിങ് സൈഡ് വേ ആണോ, അപ്പോൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാം. ഇനി പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, അടുത്ത സ്റ്റേജ് എന്നുള്ള പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. ഏതൊക്കെ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട, നമ്മൾ എങ്ങനെ നോക്കുമെന്ന് വെച്ചാൽ നമ്മൾക്ക് മാക്സിമം റിട്ടേൺ തരുന്ന സെക്യൂരിറ്റീസ്, എന്നിട്ട് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ബോണ്ട്, ഷെയർ, ഡിബഞ്ചർ, അങ്ങനെ പല ഇതിലോട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്ന മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുക, റിസ്ക് മിനിമൈസ് ചെയ്യുക. അപ്പോൾ ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. റിസ്ക് ബാലൻസ്ഡ് ആയിരിക്കും, റിട്ടേൺസും നമുക്ക് അത്യാവശ്യം റിട്ടേൺസും കിട്ടുന്നുണ്ടായിരിക്കും.
ഇനി അടുത്തത് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേണും ആക്ച്വലി കിട്ടിയ റിട്ടേണും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കണം. പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി കിട്ടുന്ന റിട്ടേണും നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേണും കൂടെ കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ വേരിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ആ പോർട്ട്ഫോളിയോ ചേഞ്ച് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷനിൽ ചെയ്യാൻ പറ്റും, പോർട്ട്ഫോളിയോ റിസ്ക്കും ബെഞ്ച് മാർക്ക് ഇൻഡീസസും കൂടി കമ്പയർ ചെയ്ത് നോക്കും. നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് എത്രത്തോളം റിസ്ക് ഉണ്ട്, അതേപോലെ ബെഞ്ച് മാർക്ക് ഇൻഡീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഇൻഡസ്ട്രിയിൽ തന്നെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ റേറ്റ് ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ റിസ്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതാണ് പോർട്ട്ഫോളിയോ റിസ്ക്കും ബെഞ്ച് മാർക്ക് ഇൻഡീസസും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. അതുപോലെ ആക്ച്വൽ റിട്ടേൺസും എക്സ്പെക്റ്റഡ് റിട്ടേൺസും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. അതാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷനകത്ത് വരുന്നത്. ഇനി പോർട്ട്ഫോളിയോ റിവിഷൻ. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമുക്കത് മാറ്റണം, നമ്മളെ പോർട്ട്ഫോളിയോയിലുള്ള സെക്യൂരിറ്റീസിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്ററുടെ നീഡ് അനുസരിച്ച്. അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ നമുക്ക് സെല്ല് ചെയ്യാം. എന്നിട്ട് ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് നല്ല റിട്ടേൺസ് തരുന്ന സെക്യൂരിറ്റീസിനെ നമുക്ക് മേടിച്ച് ചേർക്കാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, ഇനി എന്താണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്? അതാണ് EMH. അപ്പോൾ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിനെ പറയുന്ന പേരാണ് നമ്മൾ EMH എന്ന് പറയുന്നത്. സെക്യൂരിറ്റി പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ ഫുള്ളി റിഫ്ലക്റ്റ് ചെയ്യുന്നത് തന്നെയാണോ? ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന, അത് നമ്മൾ മനസ്സിലാക്കി തരുന്നതാണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്. മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു കൺസിസ്റ്റൻ്റ്ലി ഏൺ അബ്നോർമൽ റിട്ടേൺസ്. അപ്പോൾ എപ്പോഴും നമുക്ക് അബ്നോർമൽ റിട്ടേൺസ് ഒന്നും കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം വീക്ക് ഫോം എഫിഷ്യൻസി, പിന്നെ സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി, പിന്നെ സ്ട്രോങ് ഫോം എഫിഷ്യൻസി. ഇതിൽ ആദ്യത്തത് വീക്ക് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്നെഫക്റ്റീവ് ആയിരിക്കും. പിന്നെ സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രൈസ് റിഫ്ലക്ട് ഓൾ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ. അപ്പോൾ എല്ലാ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ നോക്കിയിട്ടായിരിക്കും ഇവിടെ പ്രൈസ് വരുന്നത്. ഇവിടെ ഫണ്ടമെന്റൽ അനാലിസിസ് ഇന്നെഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ യൂഷ്വലി ഹിസ്റ്റോറിക്കൽ ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുക. പിന്നെ നമ്മൾ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. ഇനി സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രൈസ് റിഫ്ലക്ട് ഓൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ പ്രൈസ് പബ്ലിക് ഇൻഫർമേഷൻ പ്രൈവറ്റ് ഇൻഫർമേഷനും എല്ലാം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നോ ഇൻവെസ്റ്റർ ക്യാൻ ഏൺ എക്സസ് റിട്ടേൺസ്. അപ്പോൾ എക്സസ് ആയിട്ട് റിട്ടേൺസ് ഒന്നും ഏൺ ചെയ്യാൻ പറ്റത്തില്ല ഇൻവെസ്റ്ററിന് ഇവിടെ. ഇനി ഇവിടെ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയുന്നത്, ഇൻ ആൻ എഫിഷ്യൻറ്റ് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ആർ ഓൾവേസ് ഫെയർലി പ്രൈസ്ഡ്. ഇൻവെസ്റ്റർ കനോട്ട് കൺസിസ്റ്റൻ്റ്ലി ഔട്ട് പെർഫോം ദി മാർക്കറ്റ്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സെക്യൂരിറ്റീസിനെ പ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻവെസ്റ്റർക്ക് എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരിക്കലും ഹൈ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കത്തില്ല. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക റിട്ടേൺസിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെബി. സെബിയുടെ റോളും ഫങ്ഷൻസും ആണ് ഇനി നമുക്ക് നോക്കാനുള്ള. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. 1992 എസ്റ്റാബ്ലിഷ് ചെയ്തത് ടു റെഗുലേറ്റ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബി വന്നിട്ടുള്ളത്. സെബിയുടെ റോൾ എന്ന് പറയുന്നത് പ്രൊട്ടക്ടർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്. ഇൻവെസ്റ്ററുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, അതായത് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെയറൻ്റ് ആക്കി കൊടുക്കുക അവർക്ക്. അതുപോലെ ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ റെഗുലേറ്റർ ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി സ്റ്റോക്കിനെ റെഗുലേറ്റ് ചെയ്യുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ബ്രോക്കേഴ്സിനെയും മ്യൂച്വൽ ഫണ്ടിനെയും ഇന്റർമീഡിയറീസിനെയും, അതായത് ബ്രോക്കേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇന്റർമീഡിയറീസ് എന്ന് പറയും, അവരെയും റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് റെഗുലേറ്റർ ഓഫ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് സെബി. പിന്നെ ഡെവലപ്പർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫെയർ പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുക, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഗ്രോത്ത് ചെക്ക് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് സെബിയാണ്. സെബി റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ സെബിയുടെ ഫങ്ഷൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ റെഗുലേറ്റ് ചെയ്യുക, അതായത് നമ്മളെ മോണിറ്ററിങ് ആക്ടിവിറ്റിയാണ് മെയിനായിട്ടും ചെയ്യുന്നത്. ട്രേഡിങ്ങിനും ലിസ്റ്റിങ്ങും ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ, ഇന്റർമീഡിയറീസ് രജിസ്റ്റേർഡ് ആണോ, അതായത് എല്ലാ ബ്രോക്കേഴ്സും സെബി ആയിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം. അത് മെർച്ചന്റ് ബാങ്ക്സ് ആണെങ്കിലും പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ആണെങ്കിലും സെബി ആയിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം എല്ലാ ഇന്റർമീഡിയറീസും. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യരുത്,
അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഷെയർസ് മേടിച്ച് അതിൽ നിന്ന് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കരുത്. അതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. റെസ്ട്രിക്ട് മിസ്യൂസ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അറിയാവുന്ന ഒരാൾ എന്ത് ചെയ്യും, അയാൾ തന്നെ എല്ലാ ഷെയറും ആ ഷെയറിന്റെ വില കൂടുമെന്ന് അറിയാവുന്നതുകൊണ്ട് വാങ്ങിച്ചിട്ട് അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു പ്രൊസീജിയർ. അപ്പം ഒരിക്കലും ഇൻസൈഡർ ട്രേഡിംഗ് പാടില്ല, അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് സെബി. ഇനി കൺട്രോൾ ഓവർ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിൽ കൺട്രോൾ എക്സസൈസ്, എങ്ങനെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം, എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ റെഗുലേറ്റ് IPOs, റൈറ്റ് ഇഷ്യൂ ആൻഡ് ബോണസ് ഇഷ്യൂ. പിന്നെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഇവർ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രീവൻസ് റിഡ്രസൽ, അഡ്രസ് ഇൻവെസ്റ്റർ കംപ്ലൈൻറ്റ്സ് ത്രൂ സ്കോർസ് പ്ലാറ്റ്ഫോം. സ്കോർസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് സെബിക്ക്. അപ്പോൾ സെബി അത് വഴിയിട്ട് അഡ്രസ്സ് ചെയ്യും നമ്മളെ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതിൽ കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്നത് സെബി പ്ലേ എ വൈറ്റൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഫെയർനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി ഇൻ ദ ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് സെബി പ്ലേ ചെയ്യുന്നത് നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളെ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ്, അതുപോലെ മാർക്കറ്റ് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി 2024 എല്ലാ തിയറി ക്വസ്റ്റ്യൻസും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്.